നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും മോഹൻ ശർമ്മ സെലിബ്രിറ്റി കിച്ചൻ ഈ പ്രോഗ്രാമിൽ നിങ്ങളുമായി ഈ സംഭാഷണം തുടരുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഒരു പച്ചടി, ഇഞ്ചി തൈര് പച്ചടി. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വരിക. ഇതാ, 1 കപ്പ് തേങ്ങ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഒരു 50 ഗ്രാം ഇഞ്ചി വൃത്തിയായി കഴുകി ചെറിയ പീസസായി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നു. 3 പച്ചമുളക്, കടുക്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അംശമാണ് ഈ പ്രിപ്പറേഷന്. അടുത്തത് ഇത് കണ്ടില്ലേ, കടലപ്പരിപ്പ്, ഉളുന്ന്, കടുക്, അല്പം പെരുങ്കായപ്പൊടി, പിന്നെ ഉപ്പ്. ഒരു ബൗളിൽ നല്ല തൈര് തിക്കായിട്ട്, വെള്ളം അധികം ഒഴിക്കാതെ തിക്കായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഈ സാമഗ്രികളാണ് നമ്മൾ ഇന്ന് ഇഞ്ചി തൈര് പച്ചടി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഇഞ്ചി തൈര് പച്ചടി ചെയ്യാൻ ആവശ്യമുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നോക്കി. ഇപ്പോ ഇത് ചെയ്യുന്ന പാചകക്രമം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വരിക. ഈ പ്രിപ്പറേഷൻ മിക്കവാറും മിക്സിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മോസ്റ്റ്ലി ആദ്യമായി ഇതിൻ്റെ ജാറിൽ ഈ തേങ്ങ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ജാറിലോട്ട് ഇടുക. അടുത്തത് ഇഞ്ചി കഷ്ണങ്ങൾ നമ്മൾ ചെറിയ പീസസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായി അത് ഇടുക. ഓരോ സ്റ്റേജിലും ഒരു നീള സ്പൂൺ എടുത്ത് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കണം. പിന്നെ അടുത്തത് പച്ചമുളക് എപ്പോഴും ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വേണം ഇടാൻ. അതല്ലെങ്കിൽ അത് യൂണിഫോമായി മിക്സ് ആവില്ല, ചിലപ്പോൾ അരയില്ല. ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തു, എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുന്നു. കടുക്, ഇതാണ് ഈ പ്രിപ്പറേഷന് വളരെ പ്രധാനപ്പെട്ട ഒരു അംശം. ഇതിന് മണം ഗുണം രണ്ടും കൊടുക്കുന്നത് കടുകാണ്. അപ്പൊ ഇതിൻ്റെ ഈ ടേസ്റ്റ് കടുകാണ് നിർണയിക്കുന്നത്. ഇപ്പോ ആദ്യമായി ഇത് അരയ്ക്കുന്നതിന് മുമ്പ് ഈ നമ്മൾ തൈര് തിക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൽ അല്പം ചേർക്കുക. വെള്ളത്തിന് പകരം വെള്ളം അധികം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഇത് അരയ്ക്കുമ്പോൾ. ഇപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ഗ്രൈൻഡിങ്. പല സ്റ്റേജുകളിലായിരിക്കും ഗ്രൈൻഡിങ്. അതിൻ്റെ മിക്സി മൂടി തുറന്ന് വീണ്ടും നീളമുള്ള സ്പൂൺ കൊണ്ട് അത് മിക്സ് ചെയ്യുക. താഴെ ഗ്രൈൻഡായിട്ടുണ്ട്, മുകളിലെ ഉള്ള സാമഗ്രികൾ ഇനിയും ഗ്രൈൻഡ് ആയിട്ടില്ല. അതുകൊണ്ട് അത് താഴോട്ടാക്കുക. വീണ്ടും അല്പം തൈര് ചേർക്കുന്നു. ഗ്രൈൻഡ്
അല്ലെങ്കിൽ ഗ്രൈൻഡിങ് എളുപ്പമായി നമുക്ക് ചെയ്യാൻ സാധിക്കാൻ ഇത് സഹായിക്കും. വീണ്ടും ഗ്രൈൻഡിങ്. കണ്ടില്ലേ, ഇതാണ് നമുക്ക് വേണ്ട ആ പരുവം. ചട്നി അല്ലെങ്കിൽ പച്ചടി. അപ്പോൾ അത് നമുക്ക് വേണ്ട പരുവത്തിലായി ഏകദേശം. ഇപ്പോ ഈ അരച്ചത് നമ്മൾ തൈര് റെഡിയാക്കി വെച്ചിട്ടില്ലേ, അതിൽ മിക്സ് ചെയ്യുന്നു, നല്ലപോലെ അതിൽ ചേർക്കുന്നു. കണ്ടില്ലേ? അപ്പോൾ ഈ പ്രിപ്പറേഷന് മിക്കവാറും മോസ്റ്റ്ലി നമ്മളെല്ലാം ഈ മിക്സിയിലും ഈ തൈര് പുറത്ത് തൈരിലും ഒക്കെയാണ്. അപ്പോൾ അത് അടുപ്പ് അധികം ഇതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കണ്ടില്ലേ? ഒരു 3 മിനിറ്റോളം നമ്മളത് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇപ്പോ ഉപ്പ് നമ്മൾ ഇതിൽ ചേർക്കാം. ചേർത്തിട്ട് നല്ലപോലെ ഒരു 3 മിനിറ്റോളം അത് മിക്സ് ചെയ്യുക. കണ്ടില്ലേ? ഒരു 3 മിനിറ്റോളം നമ്മൾ മിക്സ് ചെയ്താൽ നമുക്ക് വേണ്ട ആ ചട്നി അതിൻ്റെ പരുവത്തിൽ, നമുക്ക് വേണ്ട പരുവത്തിൽ അത് കിട്ടും. കണ്ടില്ലേ? ഇപ്പോൾ ഇതിൽ നമുക്ക് ഗാർണിഷിങ് നമ്മൾ ചെയ്താൽ മതി. ഫ്ലെയിം ആദ്യം ഓൺ ചെയ്യുക. അതിൻ്റെ പുറത്ത് പാൻ വയ്ക്കുക. അല്പം കുക്കിംഗ് ഓയിൽ ഈ പാനിലോട്ട് ഒഴിക്കുക. ഓയിൽ ചൂടാകുമ്പോൾ ആദ്യമായി ഈ കടലപ്പരിപ്പ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇതിലിടുക, എണ്ണയിലോട്ട് ഇടുക. അടുത്തത് ഉളുന്ന്, വെള്ള ഉളുന്ന് ഇടുക. പിന്നെ പെരുങ്കായപ്പൊടി. ഇത് മൂന്നും നമ്മൾ എണ്ണയിൽ ആദ്യം കുക്ക് ചെയ്യുന്നു. ഒരു 2 മിനിറ്റോളം അത് കുക്ക് ചെയ്താൽ ഈ പരിപ്പുകളെല്ലാം അങ്ങ് ചുവക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ എണ്ണയിൽ ഒടുക്കം ചേർക്കേണ്ട കടുക് അപ്പോഴേ ചേർക്കാൻ പാടുള്ളൂ. അതിനു മുമ്പ് ചേർക്കല്ലേ, കരിഞ്ഞു പോകും. ഇപ്പോ എല്ലാം ചുവക്കാൻ തുടങ്ങി, നല്ലപോലെ കുക്കായി. ഇപ്പോ നമ്മള് ഇപ്പൊ തന്നെ ഇതിന്റെ നല്ല ഫ്ലേവറാണ്. ഇപ്പോ നമ്മൾ ഈ കടുക് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതിലിടുന്നു. ഇതിന് മുമ്പിടലേ കരിഞ്ഞു പോകും. കടുകിട്ടതും ഒരു 5 മുതൽ 10 സെക്കൻഡിനുള്ളിൽ അത് പൊട്ടാൻ തുടങ്ങും. കണ്ടില്ലേ? നമ്മൾ അങ്ങനെ ഗാർണിഷിന് റെഡിയായി. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. എന്നിട്ട് പച്ചടിയിലോട്ട് ഇത് ഗാർണിഷ് ചെയ്യുന്നു. കണ്ടില്ലേ? നല്ലപോലെ അത് ഇളക്കുക, മിക്സ് ചെയ്യുക. നല്ല ഫ്ലേവറാണ്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് വേണ്ട ഇന്നത്തെ ഇഞ്ചി പച്ചടി റെഡിയായി. നമ്മളിതിൽ ഈ കൊത്തമല്ലി അരിഞ്ഞ് ഇതിന് മുകളിലിടാം. ചിലരങ്ങനെ ഇടാറുണ്ട്, പക്ഷെ ഞാൻ ഇടാറില്ല. എനിക്ക്
ഈ കടുകിൻ്റെ ഫ്ലേവർ കൊത്തമല്ലി ഇട്ടാൽ അത് കുറഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ പച്ചടി റെഡിയായി. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ നോക്കി ഈ ഇഞ്ചി തൈര് പച്ചടി ചെയ്യുന്ന പാചകക്രമം. ഇതില് ഞാൻ പറഞ്ഞതുപോലെ കൊത്തമല്ലി ചെറിയ കഷ്ണങ്ങളാക്കി ഇതിന് മുകളിൽ സീസണിങ്ങിന് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല. ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ പറയേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ ചോറിൻ്റെ കൂടെ കഴിക്കാം, സൈഡ് ഡിഷായി കഴിക്കാം. ദോശ, ഇഡ്ഡലി, വട അതിൻ്റെ കൂടെ ഇത് കഴിക്കാം. വളരെ 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 നന്നായിരിക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ. എന്നിട്ട് എനിക്ക് mohansharma@celebrityKitchen@gmail.com ഈ ഇമെയിൽ ഐഡിയിലോട്ട് എഴുതുക. ധാരാളം പേർ എനിക്ക് എഴുതിയിട്ടുണ്ട്. ധാരാളം പേർ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്. ഓക്കെ, നമ്മൾ വീണ്ടും കാണാം.